നാളെ തുളസി വിവാഹമാണ്, നവംബർ 2. അപ്പോൾ അതിന് നമ്മൾ 16 അലങ്കാര വസ്തുക്കൾ തുളസി ദേവിയുടെ മുന്നിൽ വെക്കാറുണ്ട്. 16 എന്ന സംഖ്യ ചന്ദ്രൻ്റെ കലകളുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് 16 ഞാനിവിടെ 12 കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ 12 വെച്ചിരിക്കുന്നത്. വസ്ത്രം അല്ലെങ്കിൽ ഒരു ചുൻഡ്രി, പിന്നെ മഞ്ഞൾ, കുങ്കുമം, അതുപോലെ തന്നെ കാമദേവനെ കിട്ടുവാനായിട്ട് രതിദേവി ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ചപ്പോൾ തപസ് ചെയ്തപ്പോൾ ലക്ഷ്മി ദേവി 16 വസ്തുക്കൾ രതിദേവിക്ക് കൊടുത്തിരുന്നു എന്നും ഒരു കണക്കുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വളയും വെച്ചു. പിന്നീട് 2 കളറാണ് വെച്ചിരിക്കുന്നത്, ഗ്രീനും റെഡും, റെഡല്ല മെറൂൺ. പിന്നെ ഒരു കണ്ണാടി വെച്ചു. പിന്നെ 16 കലകളിൽ നമ്മൾ ചന്ദ്രൻ്റെ 15 കലകൾ മാത്രമേ നമ്മുടെ കണ്ണുകൊണ്ട് വിസിബിളായിട്ടുള്ളൂ. ബാക്കി ഒരെണ്ണം നമുക്ക് കാണാൻ പറ്റില്ല. 16ാമത്തെ കല നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ത്രിപുരസുന്ദരിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം ഞാൻ കൺമഷിയും വെച്ചു, അതുപോലെ തന്നെ ലിക്വിഡ് ചാന്തും വെച്ചിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചിയുടെ ഒരു കോണ് വെച്ചു. പിന്നെ ഈ 16 കലകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമൃത, മനത, പൂഷ, തുഷ്ടി, പുഷ്ടി, രതി, ധൃതി, ശശിജിനി, ചന്ദ്രിക, കാന്ത, ജ്യോത്സ്ന, ശ്രീ, പ്രീതി, അംഗത, പൂർണ്ണ, ചിത്രൂപ അല്ലെങ്കിൽ പൂർണ്ണാമൃത. അതാണ് ത്രിപുരസുന്ദരിയായിട്ട് കണക്കാക്കുന്നത്. ഇതിവിടെ ഞാൻ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത്തർ, പെർഫ്യൂം ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടുള്ള അത്തർ, പൂവ്, ഇത് കൂടാതെ മുടിയിൽ വയ്ക്കുന്ന എന്ത് അലങ്കാര വസ്തുക്കളും, മിഞ്ചി, അതുപോലെ മൂക്കുത്തി, പിന്നെ പാദസരം, ചീപ്പ് ഒക്കെ വയ്ക്കാവുന്നതാണ്. ശിരസ് മുതൽ പാദം വരെയുള്ള വസ്തുക്കളാവാം. വധുവിന് ഒരുങ്ങുക എന്നുള്ളത് അഭിവാജ്യ ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം വയ്ക്കുന്നത്. ഇവിടെ ഞാൻ 12 വസ്തുക്കളാണ് വച്ചിരിക്കുന്നത്. തുളസി ദേവി ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്. ദേവി സന്തോഷിച്ചാൽ നമുക്കും സന്തോഷമാവും. താങ്ക് യു ഫോർ വാച്ചിങ്.